ഹായ്, ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. തോമസ് സെബാസ്റ്റ്യൻ ഡയറക്ട് ചെയ്ത ആ പേരിലെ പുതുമ കഥയിലും എന്നാണ് പോസ്റ്ററിലെ പരസ്യവാചകം. പക്ഷേ പേരിലെ പുതുമ പേരിൽ മാത്രം. വളരെ പഴഞ്ചൻ കഥ, അതായത് വളരെ വളരെ പഴഞ്ചൻ ഒരു കഥയും കഥാരീതിയും സംവിധാനവും ഒക്കെയാണ് തോന്നിയത്. 1-2 ദശകങ്ങൾ പുറകോട്ട് പോകുന്ന എനിക്ക് തോന്നി. വല്ലാത്തൊരു അനുഭവം, അരോചകമായ ഒരു സിനിമ. എന്നുള്ളത് അമ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് പേരിലുള്ള ആ ഒരു ഇന്നോവേഷൻ ഗംഭീരമാണ്. ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും നല്ല സിനിമാ പേരുകളിൽ ഒന്നാണിത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. പക്ഷേ ആ പുതുമ അവിടെ നിൽക്കുന്നു. ജാഫർ ഇടുക്കി, ദിലീഷ് പോത്തൻ എന്നിവരുടെ മുഖ്യവേഷങ്ങളിൽ, കൂടാതെ അലൻസിയർ ലോപ്പസും മീര വാസുദേവനും ദേവദർശിനിയൊക്കെ ഉണ്ട്. ഗോപി സുന്ദറിൻ്റെയാണ് മ്യൂസിക്. മൊത്തത്തിൽ ഒരു വളരെ മ്ലേച്ഛമായ രീതിയിലുള്ളൊരു കഥയും ഒരു ഡയറക്ഷനും. അതായത് ഇങ്ങനത്തെ ഒരു കഥ ഈ ഒരു ഡെക്കേഡിലൊന്നും കണ്ടിരിക്കാൻ തന്നെ പറ്റത്തില്ല. ഈ ഒരു സിനിമ ഏത് ഡെക്കേഡിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നാടകീയമായ ഒരു രീതിയിലുള്ള അഭിനയമാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. പോത്തേട്ടം മാത്രമുണ്ട് കുറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. ജാഫർ ഇടുക്കിയായാലും എല്ലാ പടത്തും ഒരേപോലെ തന്നെ ടി.ജി. രവി ആയാലും പഴയ രീതിയിലുള്ള അഭിനയം. ഭയങ്കര നാടകം പോലുള്ളൊരു കഥയും, യുവജനോത്സവത്തിലൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ ചെയ്യുന്ന കണക്കുള്ള കഥയും അഭിനയവും ഡയറക്ഷനും ഒക്കെ ആയിട്ട് തോന്നി. വളരെ വളരെ മോശം സിനിമ. അവസാനത്തെ ഒരു 30 സെക്കൻഡ് മാത്രം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം 30 സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് വിചാരിച്ചില്ല. നല്ലൊരു എൻഡിങ് ആയിട്ട് തോന്നി. അത് മാത്രമേ ഉള്ളൂ ഒരു നല്ല കാര്യമായിട്ട് പറയാൻ പറ്റുന്ന സിനിമയിൽ. അതിനു വേണ്ടി മാത്രം എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡയലോഗ്സ് ഭയങ്കര മോശമായിരുന്നു. കാരണം ഈ കുടിക്കാൻ കുറച്ച് കഞ്ഞി, കിടക്കാൻ ഒരു കൂര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗും, മൊത്തത്തിൽ മാതൃത്വമാണ് തീം. മാതൃത്വം, സാന്ത്വനം, അമ്മ, മാതൃത്വം, സാന്ത്വനം, സ്നേഹം, പലതരത്തിലുള്ള അമ്മമാരുടെ ഒരു കഥ അങ്ങനെ. പക്ഷേ എടുത്തിരിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. കഥയും ഭയങ്കര മോശമാണ്. ഇത് ലോകത്തെവിടെ നടക്കാത്തൊരു കണക്കുള്ളൊരു കഥ. പ്രത്യേകിച്ച് എൻ്റെ കുറേ ഭാഗങ്ങൾ, ആദ്യത്തെ ഒരു സർഗസിയൊക്കെ ഓക്കെ, പക്ഷേ അതിന് ശേഷം പിന്നെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലാസ്റ്റത്തെ 30 സെക്കൻഡിന് വേണ്ടി മാത്രം 1 സ്റ്റാർ ഔട്ട് ഓഫ് 5. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.